ഇന്നലെ പത്രത്തിൽ നമ്മൾ വായിച്ച മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത നമ്മൾ കണ്ടു. ചാലക്കുടിയിലുള്ള ഒരു ബിരുദൻ ഫെഡറൽ ബാങ്കിൽ നിന്നും 15 ലക്ഷം രൂപ പട്ടാപ്പകൽ കവർച്ച നടത്തി എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്താണെന്നറിയോ? കവർച്ചയൊക്കെ നടത്തിയിട്ട് നാട് മുഴുവൻ പോലീസ് കള്ളനെ തേടി നടക്കുമ്പോഴും പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. പുള്ളി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു. 2-3 ദിവസം പുള്ളി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുള്ളി സമൂഹത്തിൽ നടന്നത്. ഇങ്ങനെ പല കുറ്റകൃത്യങ്ങളും നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇവന്മാരൊക്കെ എന്ത് മണ്ടന്മാരാന്നേ, ഇവരൊക്കെ എന്ത് മണ്ടത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. കാരണം എന്താ, എല്ലാ കുറ്റകൃത്യങ്ങളും പോലീസ് പിടികൂടുന്നുണ്ട്. അതാണ് വാസ്തവം. എത്ര പ്ലാൻ ചെയ്തിട്ട് കുറ്റകൃത്യങ്ങൾ നടത്തിയാലും ഇതെല്ലാം പോലീസ് പിടിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സിനിമ, പണി എന്ന് പറയുന്ന സിനിമയിൽ വില്ലന്മാർ പറയുന്നുണ്ട്, നമുക്ക് വലിയൊരു ഡീൽ ഇവിടെ നടത്തിയിട്ട് പിന്നെ നമുക്ക് നേരെ ബീഹാറിലേക്ക് രക്ഷപ്പെടാം. ബീഹാറിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് അവരുടെ ധാരണ. പക്ഷെ തെറ്റാണ്. ഇന്ന് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് സേനയാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഏത് കുറ്റകൃത്യം ചെയ്താലും അവരെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ബീഹാറിലേക്ക് എന്നല്ല, രാജ്യാന്തര തലത്തിലേക്ക് പോയാൽ പോലും ഒരു സംശയം വേണ്ട, അവരെയൊക്കെ കുറ്റവാളിയാണെങ്കിൽ നിർബന്ധമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ഇന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വളരെ ലാഘവത്തോടു കൂടിയിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നെ പിടിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് കോളേജിലുള്ള ഒരു വലിയൊരു കുറ്റകൃത്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യനെ മറ്റുള്ളവർ എന്ത് ചെയ്യണം, സഹപാഠികൾ ക്രൂരമായിട്ട് മർദ്ദിക്കണം, റാഗിങ്ങിന് വിധേയനാക്കണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇവരുടെ ധാരണ എന്താണ്, ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഇത് കുറ്റകൃത്യമാണെന്നുള്ള അവർക്കറിയാം, പക്ഷെ അവർ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു തോന്നലാണ് എല്ലാവരും. ഇപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് ബാങ്ക് കവർച്ചകൾ, ഇതുപോലെയുള്ള കവർച്ചകൾ ധാരാളമുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ആളുകളുടെ ധാരണ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്ത് ഞാനൊക്കെ എന്റെ ക്ലാസ്സുകളിൽ കുട്ടികളോട് പറയാറുണ്ട്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ എന്തായാലും പിടിക്കപ്പെടും. കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ നിർബന്ധമായിട്ടും വേണം എന്നുള്ളത്. അപ്പൊ ഇന്ന് ഏറ്റവും നല്ലത്, കുറ്റകൃത്യങ്ങൾ നാട്ടിൽ നടക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം, കുറ്റകൃത്യം ചെയ്താൽ പിടിക്കപ്പെടും എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മമ്മൂക്കയുടെ ഒരു സിനിമ നമ്മൾ കണ്ടതാണ്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കുറ്റവാളികളെ പിടികൂടി കൊണ്ടുവരുന്ന പോലീസ് ഓഫീസറായിട്ടുള്ള മമ്മൂക്കയുടെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പോലീസ് എത്ര സാഹസികമായിട്ടാണ് കുറ്റവാളികളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമ്മൾ കണ്ടു കൃത്യമായിട്ടത്. ഇത് വാസ്തവമാണ്. അപ്പൊ പോലീസ് വളരെ വിജിലന്റ് ആണെന്നുള്ളതും, പോലീസ് നമ്മൾ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള പോലീസ് മാത്രമല്ല, ശരിയായ പോലീസും വിജിലന്റ് ആണ് എന്നുള്ളതും, കേരള പോലീസ് അതിൽ ഏറ്റവും മികച്ചതാണ് എന്നുള്ളതും ബോധ്യം കുട്ടികൾക്ക് നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ നാളെ അവർ മുതിർന്നു വരുമ്പോൾ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല. പിടികൂടും എന്നുള്ളൊരു ധാരണ കുട്ടികളിൽ ഉണ്ടാവണം, മുതിർന്നവരിൽ ഉണ്ടാവണം. അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുറ്റകൃത്യം ചെയ്യരുത്, കുറ്റകൃത്യം ചെയ്താൽ പിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ശിക്ഷ ഉറപ്പാണ്. ഈ ഒരു അവയർനെസ് നമ്മൾ കുട്ടികളിൽ, അധ്യാപകരും രക്ഷിതാക്കളും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചാൽ നിർബന്ധമായിട്ട് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും എല്ലാ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കണം, കുറ്റകൃത്യം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. 100%. ക്രൈം റേറ്റിൽ 100% പിടിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞാൽ പിടിക്കും, 2 ദിവസം കഴിഞ്ഞാൽ പിടിക്കും, ചിലപ്പോൾ 10 ദിവസമായിരിക്കും, ചിലപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാലായിരിക്കും. പലരുടെയും ധാരണ പല കുറ്റകൃത്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിടിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സമയം എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തായാലും ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളായാലും, അത് ബാങ്ക് കവർച്ചയാവട്ടെ, കൊലപാതകമാവട്ടെ, കൊലപാതക ശ്രമമാവട്ടെ, റാഗിംഗ് ആവട്ടെ, എന്ത് തന്നെ ആയാലും പോലീസ് പിടികൂടും എന്നുള്ളൊരു ധാരണ നിർബന്ധമായിട്ടും വേണം. ഇപ്പൊ ചാലക്കുടിയിലെ ആ മോഷ്ടാവ് ഒരു പ്രൊഫഷണൽ മോഷ്ടാവല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ കവർച്ചക്കാരനല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം എന്നെ പിടിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസം മണ്ടത്തരമാണ്. ഇത് നമ്മളൊരു സമൂഹത്തിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്തുണ്ട്, ചിലപ്പോൾ ചിലർ പറയണ്ട, ഇന്ത്യയിൽ വിട്ടുപോയാൽ പോരെന്ന് പറയും. ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ട് ഇന്ത്യ വിട്ടുപോയാൽ എന്താ ചെയ്യാന്ന്? ഇന്ത്യ വിട്ടുപോയാലും പിടികൂടാം. രാജ്യാന്തര തലത്തിലുള്ള കുറ്റവാളികളെ കൈമാറാനുള്ള കരാറിലൊക്കെ ഇന്ത്യ എല്ലാ തരത്തിലും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യത്തിൽ പോയാലും കുറ്റവാളികൾ പിടിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ,
പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു അവയർനെസ് എല്ലാവരിലും ഉണ്ടാക്കി കൊടുക്കുക. അത് നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് തന്നെ അവർ അവയർനെസ് ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു കേരളം നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്.